ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 46. കഷ്ടത വന്ന ഒരു മനുഷ്യനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, വീടില്ല ശരിയാണ്, പക്ഷെ നദിയുണ്ട്. ലോൺ അടച്ചിട്ടില്ല, സാമ്പത്തിക ഞെരുക്കമുണ്ട്, ജോലിയില്ല, കുടുംബത്തിൽ അസ്വസ്ഥതയുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്ന നദിയുണ്ട്. അത് വളരെ അത്ഭുതകരമല്ലേ? നമുക്ക് വേണമെങ്കിൽ, ഒരു പൗരന് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെയാണെന്ന് പറയാം, എയർപോർട്ട് ഞങ്ങളുടെയാണ്, ഷിപ്പ് യാർഡ് ഞങ്ങളുടെയാണ്. ആലങ്കാരികമായിട്ട് പറയാനേ ഉള്ളൂ, കാരണം നമ്മുടെ ടാക്സി കൊണ്ടാണ് ഇതെല്ലാം പടുത്തുയർത്തിയിരിക്കുന്നത്. ആലങ്കാരികം മാത്രമാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് കയറണമെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം, ട്രെയിനിൽ കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് വേണം. അപ്പോൾ വെറുതെ പോലും അവിടെ കയറി നിൽക്കാൻ പാടില്ല, നമ്മുടെ ആണെങ്കിൽ. പക്ഷെ ഇവിടെ ഒരു മനുഷ്യനോട്, ആ മനുഷ്യന്റെ പ്രത്യേകത കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു ഭക്തനാണ്. അത് അതിശയമല്ലേ? കഷ്ടതയും ബുദ്ധിമുട്ടുമൊക്കെ വന്നപ്പോഴാണ് നമ്മൾ കർത്താവിനെ അറിഞ്ഞത്, കൂടുതലായി ആശ്രയിച്ചത്. അങ്ങനെ വിശ്വാസിയായി വളർന്നു വന്നപ്പോൾ പിന്നെയും കർത്താവ് അനുവദിച്ച് കഷ്ടം. ഈ കർത്താവ് അനുവദിച്ച കഷ്ടമാണെന്ന് എങ്ങനെ മനസ്സിലായി? വചനത്തിലുണ്ട്. അവൻ അടുത്ത തുണയായിരിക്കുന്നു, കൂടെ ഇരിക്കുക. കർത്താവ് എന്താ അങ്ങ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് കഷ്ടത വരുത്തി, ബുദ്ധിമുട്ട് വരുത്തി, വേദന വരുത്തി, എന്നിട്ട് നീ കൂടെ തന്നെ ഇങ്ങനെ നിൽക്കുക. ഉദ്ദേശം ഈ നദിയെ അറിയാൻ വേണ്ടിയാണ്, അനുഭവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായവൻ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ. അവൻ അവന്റെ വില തന്നെ അറിയണ്ടേ. സാത്താൻ നീ ദൈവപുത്രൻ എങ്കിലെന്ന് പറഞ്ഞ് പരീക്ഷിച്ചപ്പോഴും കർത്താവരോട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ്, ഭയങ്കരവും അത്ഭുതകരവുമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് എങ്ങനെയെന്ന് അറിയാവോ നിനക്ക്? ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടികളാണ് മനുഷ്യൻ. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട കൊണ്ടാണ് അതിന് വിലയുണ്ടായത്. നോക്കിയപ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, ബലഹീനതകളുണ്ട്, നമുക്കിഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ പോകാനൊരു സൗകര്യമില്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് ഈ ശരീരം കൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരീരത്തിനൊരു അതിൽ തന്നെ ഒരു നിന്നയില്ലേ, ഒരു ബലഹീനതയില്ലേ? ഒരു രോഗം വരുമ്പോഴാണെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണെങ്കിലും ശരീരത്തിന് അതിൽ തന്നെ ഒരു ന്യൂനതയില്ലേ? അതെപ്പോഴാണ് മാറിയത്? ആദാമിലല്ല അത് മാറിയത്, അത് ക്രിസ്തുവിലാണ് മാറിയത്. ദൈവം മനുഷ്യനായിട്ട് ഈ ശരീരത്തിൽ വന്നതോടുകൂടി ഈ ശരീരത്തിന് നിന്ന മാറി. കാരണം നമ്മൾ അനുഭവിക്കുന്നെന്ന് പറയുന്ന ബലഹീനതയെന്ന് പറയുന്ന ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഈ എല്ലാത്തിലും ദൈവം അനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് ശരീരത്തിന് മഹത്വം വന്നു. നീയോ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇപ്പോൾ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. അവൻ ഉയർന്നവനാണ്. നിങ്ങൾക്ക് അവനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ഉയരണം. അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, നിങ്ങളുടെ വാതിൽ വലുതാക്കണം. അവനോട് കുനിഞ്ഞു കയറാൻ പറയരുത്. വാതിലുകളെ, മനോഭാവങ്ങളെ നിങ്ങൾ ഉയർത്തുവിൻ. ഉയർന്ന ചിന്തയോടെ അവൻ്റെ അടുക്കൽ വരുവിൻ. നീ മനുഷ്യനാണെങ്കിൽ അവൻ്റെ സൃഷ്ടിയാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ കഷ്ടങ്ങൾ അവൻ അടുത്തിരിക്കുന്നു. എന്തിന്? ആ നദിയെ ഒന്ന് പരിചയപ്പെടണം. ഹല്ലേലൂയ. കഷ്ടം എന്ന് പറഞ്ഞാൽ നിസ്സാര കഷ്ടമല്ല. ഭൂമി മാറിപ്പോയി, ഗ്രൗണ്ട് ഇല്ലെന്ന്. ഇപ്പം കാല് ചവിട്ടാൻ ഗ്രൗണ്ട് ഇല്ലെന്ന്. ഭൂമി മാറിപ്പോയി, ബന്ധുക്കൾ നേരത്തെ മാറിപ്പോയി. പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രമധ്യേ വീണു. കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. വെള്ള ഇരച്ച് കലങ്ങി, കോപം, കുലുക്കം. പക്ഷെ എന്നിട്ടും പറയണം, ഭയപ്പെടാനില്ല, ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ഒന്നുമില്ലാത്തവൾ, തകർന്നവൾ, എല്ലാവരോടും താൻ ക്രിസ്തുവാണെന്നുള്ള കാര്യം പറയാത്തവൻ, പറയരുതെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞവൻ തകർന്നവളോട് പറയുകയാണ്, കഷ്ടങ്ങളിൽ ഞാൻ അടുത്ത തുണയാണ്. സമരിയാക്കാരിയെ, നീ പറയുന്ന ക്രിസ്തുവില്ലേ, അത് ഞാനാണ്, അത് ഞാനാണ്. അവൾക്ക് എന്താ അതിശയം തോന്നാഞ്ഞത്? അവൾ എന്തുകൊണ്ട് നീയൊന്നും അല്ല, ഒരു വഴിപോക്കനായി ദാഹിച്ച് വെള്ളത്തിനിവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല എന്ന് പറയാഞ്ഞത് എന്താ? ഈ നദിയിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് കിട്ടി. ഈ ടേസ്റ്റ് കിട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ട്. ജനക്കൂട്ടത്തോട് അവൾ പറയുകയാണ്, അദ്ദേഹം ക്രിസ്തുവായിരിക്കുമോ? ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞു, അവൻ ക്രിസ്തുവായിരിക്കുമോ? ഹല്ലേലൂയ. അത് ക്രിസ്തുവാണ്. കഷ്ടങ്ങളിൽ
എല്ലാ ചാൻസുകളും അടയുമ്പോൾ, ബന്ധുക്കൾ ശത്രുക്കളാകുമ്പോൾ, താങ്ങേണ്ടവർ നിങ്ങളെ ഒതുക്കുമ്പോൾ, ചവിട്ടുവാൻ ഗ്രൗണ്ടില്ലാതെ വരുമ്പോൾ അകത്തു നിന്നൊരു ശബ്ദം വരുന്നുണ്ട്. അത് ആ നദിയാണ്, അതതിലെ വെള്ളമാണ്. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിന്റെ നടുവിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു. ആദാമിനും ഹവ്വയ്ക്കും അവിടെയുള്ള മൃഗങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. നമ്മളെപ്പോലെ തന്നെ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സമാധാനമായിട്ട് കഴിയുന്നു. ഒരു മഹാമാരി വന്നപ്പോഴാണ്, ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഈ സ്വസ്ഥത എന്ന് പറയുന്നതിൻ്റെ വില നമ്മൾ അറിഞ്ഞത്. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ ഓടിപ്പോയി, അവരുടെ വീടുകൾ പോയി. അപ്പോൾ വീടുകളുണ്ടായിരുന്നു, ഭക്ഷണമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ മനുഷ്യനൊന്നും അറിഞ്ഞില്ല. ഇല്ലാത്തപ്പോഴാണ് ഇത് അറിയുന്നത്. ഈ പ്രൊവൈഡർ, ഇത് പരിപാലിക്കുന്നവൻ, ഇത് തരുന്നവനെ കുറിച്ചൊരു ചിന്ത ഇല്ലാത്തപ്പോഴാണ് മനുഷ്യൻ വരുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് പഠിക്കാനിരിക്കാതെ ചുറ്റുവട്ടത്ത് നോക്കി ബോധം പ്രാപിച്ചാൽ നല്ലത്. വിവേകി ആപത്ത് കണ്ടൊഴിഞ്ഞു മാറുന്നു, അല്പബുദ്ധിയോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കണമെന്നില്ല. മറ്റുള്ളവർക്ക് വരുന്നത് കണ്ടിട്ട് മാറി പോയാൽ ബുദ്ധിയാണ്. സീലോഹായിലെ ഗോപുരം വീണ് കുറച്ചു പേർ മരിച്ചു. പീലാത്തോസ് ചിലരെ വാളിനിരയാക്കി. അവർ ഈ തലമുറയിൽ ഏറ്റവും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചു. അല്ല, അനുതപിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും അത് തന്നെ. ഹല്ലേലൂയ. അനുതാപം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാനുള്ളവൻ മാനസാന്തരപ്പെടുന്നത്, അതൊരു അനുതാപമാണ്. ഒരു വിശ്വാസിയുടെ അനുതാപവും ആ അനുതാപവും രണ്ടും രണ്ടാണ്. അപ്പോൾ ഒരു വിശ്വാസി പറയണം, ഇല്ല, ഞങ്ങൾ കള്ളു കുടിക്കുന്നില്ല, ഞങ്ങൾ വേണ്ടാത്ത വഴിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴും മാനസാന്തരത്തിൻ്റെ ലെവലിൽ കിടക്കുകയാണ്. നീ യോഹന്നാൻ്റെ സ്നാനത്തിൽ കിടക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായ നീ പറയുകയാണ്, ഞാൻ 6ാം ക്ലാസ്സിൽ പോയിരുന്ന ഫസ്റ്റ് റാങ്ക് കിട്ടും. നോ, നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡിലുള്ള അനുതാപമുണ്ട്. നിനക്ക് നിന്റെ വിളിയോട് ബന്ധപ്പെട്ട മാനസാന്തരം നീ കാണിക്കണം. ജോസഫ് അഴുക്കില്ലാത്ത മനുഷ്യൻ, ഐസ് കട്ട പോലെ വെണ്മയുള്ളവൻ. പക്ഷെ അവന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് അവൻ്റെ വിളിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. സ്വപ്നങ്ങളിലെ നായകൻ, അവൻ്റെ സ്വപ്നങ്ങളിലെ നായകൻ അവനായിരുന്നു. നിങ്ങളെല്ലാവരും ചുറ്റുകൂടി നിൽക്കുന്നു, എൻ്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങൾ നമസ്കരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും, ഇപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ, ഞാനും എൻ്റെ മക്കളും, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവൻ്റെ കൂടെ കിടന്നവർ സ്വപ്നം കാണാൻ തുടങ്ങി. അതിലെ നായകർ അവരായിരുന്നു. ഇവൻ അവരുടെ ശുശ്രൂഷക്കാരനായി. കർത്താവ് പറഞ്ഞു, മിടുക്കൻ, നിനക്ക് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വാതിൽ ഞാൻ തുറന്നു വെക്കുകയാണ്. എന്നാൽ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് പിന്നെയും കൊടുക്കുക. എന്താണ് അത്? ആ വ്യാഖ്യാനത്തിലുണ്ട്. ഒരാളോട് പറയുന്നു, ദൈവം നിന്നെ വീണ്ടും യഥാസ്ഥാനത്താക്കും 3 ദിവസം കഴിയുമ്പോൾ. കൂടെയുള്ളവനോട് പറയുന്നു, നിന്നെ തലവെട്ടി കെട്ടിത്തൂക്കും, ആകാശത്തിലെ പക്ഷികൾ നിന്റെ മാംസം തിന്നും. കൂളായിട്ടാണ് പറയുന്നത്. ദൂതുണ്ട്, പക്ഷെ കേൾക്കുന്നവൻ്റെ വിഷമമോ സന്തോഷമോ ഉൾക്കൊണ്ടില്ല. കർത്താവിന് ഒരു 2 വർഷം കൂടെ കഴിയട്ടെ. 2 വർഷം കൂടെ കഴിഞ്ഞു. ഫറവോൻ പറഞ്ഞു, ജോസഫ്, നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. ഒരു സ്വപ്നം കേട്ടാൽ അത് വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നോ, ഫറവോനെ ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭകരമായ ഒരു ഉത്തരം തരുമാറാകട്ടെ. ജോസഫ് പറഞ്ഞു, എനിക്ക് ന്യായവിധി പ്രസംഗിക്കാൻ ഇഷ്ടമില്ല. കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ സഹോദരങ്ങളെ അടിച്ചു നന്നാക്കാൻ കർത്താവെ ഞാൻ പറയല. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിനെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരൻ അയാളുടെ മകനെ ആ കൊച്ചു ചെയ്ത തെറ്റിനെ അടിക്കുമ്പോൾ നിങ്ങൾ കയറി വട്ടം പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ദേഷ്യം കാണിക്കുമ്പോൾ അയാൾ ഉള്ളിൽ തണുക്കും. കാരണം മനസ്സോടെ അവൻ അടിക്കുന്നത്. നിങ്ങൾ വട്ടം കയറി വീണാൽ അയാൾക്ക് സന്തോഷമാണ്, ആശ്വാസമാണ്. ശുഭഭാവി എല്ലാവർക്കും വരട്ടെ. ശുഭകരമായൊരു കാലം എല്ലാ ജനത്തിനും ഉണ്ടാകട്ടെ. ദൈവസഭയ്ക്ക് ശുഭഭാവി ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു നദിയുണ്ട്, ഏദൻ തോട്ടത്തിൽ നിന്ന് അത് പുറപ്പെട്ടു. നമ്മുടെ ദൈവം എത്ര ജ്ഞാനിയാണെന്ന് നോക്കിക്കേ. ഈ ആദാമും ഹവ്വയും ആ നദിയിൽ കുളിച്ചു. ആ ഉറവിൽ നിന്ന് അവർ കുടിച്ചു. അവർ അതിലെ വെള്ളം
തോട്ടത്തിലെ വൃക്ഷങ്ങൾക്ക് കൊടുത്തു. തോട്ടത്തെ പരിപാലിച്ചു സന്തോഷകരമായ വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അവർ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അവരുടെ അക്കോമഡേഷൻ അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അവരുടെ ഭക്ഷണത്തിന് അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പരിചയമില്ലാത്ത സാഹചര്യങ്ങളെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. നേരത്തെ സ്നേഹത്തോടെ പൂച്ചക്കുട്ടികളെപ്പോലെ, വളർത്തുമൃഗങ്ങളെപ്പോലെ സ്നേഹം കാണിച്ചിരുന്ന വന്യമൃഗങ്ങൾ പേരുപോലെ തന്നെ വന്യമായി അവരെ നോക്കാൻ തുടങ്ങി, അവരെ ഭയപ്പെടുത്താൻ തുടങ്ങി. അന്തരീക്ഷം എല്ലാം മാറി. അന്തരീക്ഷം മുഴുവൻ പുതിയത്, പഴയതായിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. അത് നദിയാണ്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറപ്പെട്ട അതേ വെള്ളമാണ് ഇപ്പോഴും കുടിക്കാനുള്ളത്, കുളിക്കാനുള്ളത്, നനയ്ക്കാനുള്ളത്. ദൈവം നിങ്ങളെ അനാഥരായി വിടുന്നില്ല. ദൈവം നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുന്നില്ല. പാപത്തിന്റെ അഗാധ ഗർത്തത്തിലാണെങ്കിലും, മഹത്വത്തിന്റെ ഉന്നത കൊടുമുടിയിലാണെങ്കിലും ഓർക്കുക, ദൈവം നിന്റെ ഉള്ളിലുണ്ട്. മനുഷ്യ, നിന്റെ പ്രത്യേകത അതാണ്. അവൻ നിത്യത നിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ കാരാഗൃഹത്തിലാണെങ്കിലും, പാപക്കുഴിയിലാണെങ്കിലും, അഹങ്കാരത്തിന്റെ ഉന്നത കൊടുമുടിയിലാണെങ്കിലും നിനക്ക് ഇനിയും ചാൻസ് ഉണ്ട്. സമനിലത്തിലേക്ക് അവൻ നിന്നെ കൊണ്ടുവരും. അവിടെ വെച്ച് നിന്നോട് സംസാരിക്കും. നിന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന നദി. അവിടുന്ന് ആ ഉറവ പൊട്ടിപ്പുറപ്പെട്ടു. ആ ഉറവ എങ്ങനെ നിന്റെ ഉള്ളിൽ വന്നു? സമരിയക്കാരോട് കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ അത് നിന്റെ ഉള്ളിൽ ഉറവയാകും. പണ്ട് കാലത്ത് നമുക്ക് നനയ്ക്കുന്ന മോട്ടറല്ലേ, ആ മോട്ടറിൽ നമ്മൾ കണ്ടിട്ടില്ല, ആദ്യം ഇവർ ഹോസൊക്കെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെലിവറി ഹോസ് അല്ലെങ്കിൽ സെക്ഷൻ ഹോസ് ഫിറ്റ് ചെയ്യുന്നിടത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. എയറൊക്കെ പോകാൻ വേണ്ടിയാണെന്ന് നമുക്ക് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അന്ന് അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, നമ്മളും ചെയ്തു. അങ്ങനെയാണ് ഹോസൊക്കെ കണക്ട് ചെയ്ത് നനയ്ക്കുന്നത്. ഇതുപോലെ ഈ വെള്ളം ആദ്യം, ക്രിസ്തുവിൻ്റെ വെള്ളം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഒരു ഉറവ തുറക്കും. കാരണം ദൈവം അത് ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ്. ആ ഉറവ ഒരു നദിയാണ്. അത് നിന്നെ ക്രിസ്തുവിനോളം വളർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടരുത്, ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കരുത്, ആരുമില്ല എന്ന് തോന്നരുത്. വചനം പറയുന്നു, അത് ദൈവത്തിൻ്റെ നഗരത്തെ, ആരാ നഗരം? നിങ്ങൾ തന്നെയാണ്. അവൻ്റെ വിശുദ്ധ നിവാസം നിങ്ങളുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ കഷ്ടം വന്നെന്തിനാണെന്ന് മനസ്സിലായോ? നമ്മൾ മറ്റ് പലതിലൊക്കെയാണ് സന്തോഷം കണ്ടെത്തിയിരുന്നത്. കറക്റ്റ് സന്തോഷം ഒരുത്തൻ ക്രിസ്തുവിൽ കണ്ടെത്തണം. അതിനു വേണ്ടിയാണ് ഈ കാര്യങ്ങളിലൂടെ കൊണ്ടുപോയത്. സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യമുണ്ട്. അത് കുലുങ്ങിപ്പോകില്ല. കാരണം ദൈവം ഒരിക്കലും കുലുങ്ങിയല്ല, അവൻ കുലുക്കത്തേ ഉള്ളു. നിങ്ങളിപ്പോൾ കുലുങ്ങുന്ന കൂട്ടത്തിലല്ല, കുലുക്കുന്ന കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. കണ്ടോ? അധികാലത്ത് തന്നെ സഹായിക്കും. ദാനിയേലേ, നീ ഏറ്റവും പ്രിയനാകൊണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കൽ തന്നെ മറുപടി പുറപ്പെട്ടു. ഹല്ലേലൂയ. കണ്ടോ? വിശ്വാസി ഇപ്പൊ എവിടെ എത്തി? കഷ്ടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കമുണ്ട്, കുലുക്കം അനുഭവിച്ചു, ഭയം അനുഭവിച്ചു, ടെൻഷൻ അനുഭവിച്ചു. ഇപ്പൊ എവിടെ എത്തി? പ്രിയനായി, ഏറ്റവും പ്രിയനായി മാറത്ത് ചാരിക്കിടന്ന് അവന്റെ വായിൽ നിന്നുള്ള മൃദുസ്വരം കേൾക്കാൻ അവസരമുണ്ട്. ഹല്ലേലൂയ. കഷ്ടങ്ങൾക്കായി സ്തോത്രം, ബുദ്ധിമുട്ടുകൾക്കായി സ്തോത്രം, കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കായി സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പരിശുദ്ധാത്മാവ് എന്ന നദിക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ, അനുഗ്രഹിക്കട്ടെ. വർഷം മുഴുവൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ആമേൻ.